IBS ഒരു രോഗിയെ ബാധിച്ചാൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തീവ്രത എത്രത്തോളം എന്ന് ഒരു വാക്കിൽ പറഞ്ഞാൽ അത് ഇങ്ങനെ പറയാൻ കഴിയും. IBS എന്ന രോഗം കുടലിന്റെ ചലനത്തിന്റെ വേഗത വളരെ കൂട്ടുകയും അയാളുടെ ജീവിതത്തിന്റെ വേഗത ചലനം വളരെ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ്. എങ്ങനെയാണെന്ന് വിശദീകരിച്ച് പറയാം. കുടലിന്റെ ചലനം ഓവറായിട്ട് കൂടുന്നത് കൊണ്ട് തന്നെ കൂടെ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് പിടിക്കത്തില്ല, എപ്പോഴും കൂടെ ടോയ്ലറ്റിൽ പോകണം തോന്നും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടെ സന്തോഷത്തോടെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരികയും നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട അളവിലൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പറയുന്ന രോഗിയുടെ ജീവിതത്തിന്റെ ചലനം അല്ലെങ്കിൽ അതിന്റെ വേഗത വളരെ കുറഞ്ഞു വരികയും ആള് വളരെ സ്ട്രെസ്ഫുൾ ആവുകയും ഡിപ്രസ്ഡ് ആവുകയും മറ്റുള്ളവരെ പോലെ ഓടിയെത്താൻ പല കാര്യങ്ങൾക്ക് കഴിയാതെ വരികയും മറ്റുള്ളവരെക്കാട്ടിലും ഉള്ളിലോട്ട് വലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഇത് കാണാറുണ്ട്. ഇങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇത് മാറ്റിയെടുക്കാൻ പലപ്പോഴും നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പം അത് ഇൻക്യൂറബിൾ, IBS എന്ന് പറഞ്ഞാൽ ഇൻക്യൂറബിൾ ഡിസീസ് ആയിട്ടായിരിക്കും കാണുന്നത്. പലപ്പോഴും രോഗികളോടും ഡോക്ടർമാരും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. കൃത്യമായ ഡയറ്റ് മാനേജ്മെന്റ്, അതോടൊപ്പം തന്നെ കുടലിന്റെ ചലനത്തെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന മെഡിസിൻസ്, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്കൊരു കൃത്യമായ ഒരു ക്വാളിറ്റി സ്ലീപ്പ്, അതുപോലെ തന്നെ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട്, ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് വേരോടെ പിഴുതെറിയാൻ തന്നെ നമുക്ക് കഴിയും.